6 മാസമാണ് 269 അറിയാതെ പകർത്തുന്നത്. ആദ്യത്തേത് സ്വകാര്യ വ്യക്തിയാണ് പ്രതിയെ അറസ്റ്റ്, അതായത് ഒരു ജീവപര്യന്തമോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന ശിക്ഷ. ബുദ്ധിസ്ഥിരതയില്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കുമോ? കണക്കാക്കി. ഹായ് ഓൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്. LDC ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാം. ഡൗൺലോഡ് CC ആപ്പ്, ചേഞ്ച് യുവർ കരിയർ. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് CPO WCPO എഴുതുന്ന ആൾക്കാർ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ പലരും ചോദിക്കുന്നൊരു കാര്യം. സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെയാണ് സാർ, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. നമുക്കിനി കുറച്ച് ദിവസം, അതായത് ഇപ്പോൾ എക്സാം മാറ്റി വെച്ചതുകൊണ്ട് തന്നെ നമുക്കൊരു 60 ദിവസത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഈ 60 ദിവസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ, കൃത്യമായ സ്റ്റഡി പ്ലാൻ PYQ വച്ച് തന്നെ ചെയ്യും. ഞാനിപ്പോൾ പറയുന്നു സ്പെഷ്യൽ ടോപ്പിക്കിനും തീർച്ചയായിട്ടും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. കാരണം വാസ്റ്റായിട്ട് നമുക്ക് ഇനി പഠിച്ചെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പരമാവധി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കണം. ഓരോ ടോപ്പിക്കിലും IPCയിലാണെങ്കിലും CRPCയിലാണെങ്കിലും പോക്സോയിലാണെങ്കിലും ഒക്കെ ഉള്ള വരുന്ന ചോദ്യങ്ങൾ, പരമാവധി ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറി പോകാൻ കഴിയും. അങ്ങനെ തന്നെ പോകണം. നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ വീഡിയോസ് ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുന്ന പ്രതീക്ഷയോടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാനത് വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്, നമുക്ക് ഉറപ്പിച്ച് നിർത്താവുന്ന ഒരു ടോപ്പിക്കാണ്. മറ്റുള്ള വിഷയങ്ങൾ പോലെ എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വെച്ച് പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഫുൾ മാർക്കും വാങ്ങാൻ കഴിയും. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ് തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്കത് വർക്ക് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് IPC CRPC തുടങ്ങിയ എല്ലാ പോർഷനിൽ നിന്നും നമ്മൾ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. താഴെ പറയുന്നവരിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ, അപ്പോൾ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ പഠിച്ചു പോകണം. അതായത് പ്രസ്താവന, ഇപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഓപ്ഷനായിരിക്കും നമുക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ അതുപോലൊരു ചോദ്യമാണിത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബുദ്ധിസ്ഥിരതയില്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കുമോ? കണക്കാക്കില്ല. നമുക്കറിയാം ചിത്തഭ്രമമുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അതെന്ത് ചെയ്യാം, ഒഴിവാക്കലിൽ പെടുന്നതാണ്. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. സ്വമേധയാ ലഹരിക്ക് അടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കാമോ? ലഹരിക്ക് അടിമയായ വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യമാകുമോ അല്ലയോ? ആകുമോ? തീർച്ചയായിട്ടും ആകും. അധ്യാപക വിദ്യാർത്ഥികളെ അച്ചടക്ക പാലനത്തിൻ്റെ ഭാഗമായി ശിക്ഷിച്ചാൽ അത് കുറ്റകരമായി കണക്കാക്കാമോ? 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന മോഷണം കുറ്റകൃത്യമായി കണക്കാക്കാമോ? ബാക്കി രണ്ട് നോക്കുക. അധ്യാപകർ വിദ്യാർത്ഥികളെ അച്ചടക്ക പാലനത്തിന് വേണ്ടി ശിക്ഷിക്കുന്നത് ഒരിക്കലും കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അവസാനത്തെ ഓപ്ഷൻ നോക്കുക. 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന മോഷണം, 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെ ഒഴിവാക്കലിൽപ്പെടുത്തുന്നത്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, ഓപ്ഷൻ 2 ആണ്. അതായത് സ്വമേധയാ ലഹരിക്ക് അടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അവിടെ ഒരു പോയിന്റ് നമുക്ക് ഡൗട്ട് വരുന്നത്, കുറ്റകൃത്യം ഇവിടെ എങ്ങനെയാണ്, അയാൾ സ്വയം ഉപയോഗിച്ച ലഹരി കാരണമാണ് അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തത്. സ്വാഭാവികമായും കുറ്റകൃത്യം അല്ലെങ്കിൽ ശിക്ഷ കിട്ടേണ്ട കുറ്റകൃത്യം തന്നെയാണ്. എന്നാൽ മറ്റൊരാൾ ഇയാൾ അറിയാതെ തന്നെ അയാളുടെ ശരീരത്തിൽ ലഹരി കുത്തിവെച്ചാലാണ് നമ്മൾ ഒഴിവാക്കലിൽപ്പെടുത്തുന്നത്. അവിടെ നമുക്ക് ഒഴിവാക്കലിൽപ്പെടുത്താം. അതായത് ആ വ്യക്തി അറിയാതെ അയാളുടെ ശരീരത്തിലേക്ക് മറ്റൊരാൾ ലഹരി പിടിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ആ ലഹരിയുടെ എഫക്റ്റ് കാരണം അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കുറ്റകൃത്യമാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ, അതായത് അയാൾ സ്വമേധയാ ചെയ്തതല്ല, മറ്റൊരാൾ അയാളുടെ ശരീരത്തിൽ ലഹരി കുത്തിവെച്ചുവെന്നോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒഴിവാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അയാൾ സ്വമേധയാ ലഹരി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറ്റകൃത്യമായിട്ട് തന്നെ കണക്കാക്കും. അപ്പോൾ താഴെ പറയുന്ന പോലെ പ്രസ്താവന, ശരിയായ പ്രസ്താവന ഓപ്ഷൻ B ആണ്. ഇസഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു പോകാൻ അവകാശമുള്ളൊരു പാതയെ A തടസ്സപ്പെടുത്തുന്നു. പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് A നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. എങ്കിൽ ഇസഡ് അതുവഴി കടന്നു പോകുന്ന A തടയപ്പെടുന്നത് ഏത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് പറയുന്നത്. നിയന്ത്രണപ്പെടുത്തുക, പരിമിതപ്പെടുത്തുക, ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുക, മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തിയിലൂടെ ഗുരുതരമായ വേദന ഉണ്ടാക്കുക. അത് രണ്ടുമല്ല. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് A ആണ്, നിയന്ത്രണപ്പെടുത്തുക. ഒരാൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള ഒരു വഴിയിലൂടെ പോകുമ്പോൾ അയാളെ തടഞ്ഞ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ അയാളെ ആ വഴിയിൽ നിന്ന് ദിശ മാറ്റി വിടുന്നതൊക്കെ നമുക്ക് നിയന്ത്രണപ്പെടുത്തുക എന്ന് പറയുന്ന സെക്ഷനായിട്ട് വരുത്താം.
ഇന്ത്യൻ ശിക്ഷാ നിയമം 326A എന്തിനെ പ്രതിപാദിക്കുന്നു എന്നാണ് ചോദ്യം. മുറിവേൽപ്പിക്കുന്നതാണോ, ലഹളയാണോ, കൊലപാതകമാണോ, ആസിഡ് ആക്രമണമാണോ? 326 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് 326 ആണ്. അപ്പോൾ 326A എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് ആക്രമണമാണ് ഉത്തരം. ആസിഡ് ആക്രമണമാണ് 326Aയിൽ പറയുന്നത്. കൊലപാതകം അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം 300 കൊലപാതകം. ബാക്കിയുള്ള കാര്യങ്ങൾ അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഏതാ വരുന്നത്? ആസിഡ് ആക്രമണമാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഒരു വാറണ്ട് കേസ് എന്നാൽ എന്ത്? 3 വർഷത്തിൽ, ഇത് CRPCയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വാറണ്ട് കേസ് അല്ലെങ്കിൽ സമൻസ്, അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം CRPCയിൽ വരുന്നതാണ്. 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണോ, വധശിക്ഷയാണോ, ജീവപര്യന്തമാണോ, ഇവയെല്ലാമാണോ? അതായത് ഒരു വധശിക്ഷ കിട്ടാവുന്നൊരു കുറ്റകൃത്യം, ജീവപര്യന്തം കിട്ടാവുന്നൊരു കുറ്റകൃത്യം, 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം, ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവയെല്ലാം തന്നെയാണ് ഉത്തരം. വാറണ്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കാൻ യോഗ്യമായ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെല്ലാം എന്ത് തന്നെയാണ്? വാറണ്ട് കേസിന്. അപ്പം ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ്. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ദേഹപരിശോധന നടത്താൻ ആർക്കാണ് അധികാരം? സ്വകാര്യ വ്യക്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ, അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണോ അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ദേഹപരിശോധന നടത്തുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ആദ്യത്തത് സ്വകാര്യ വ്യക്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുക. അതായത് ഒരു ജീവപര്യന്തമോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യാം. അത് വ്യക്തമായിട്ട് അറസ്റ്റിനകത്ത് പറയുന്നുണ്ട് CRPCയിൽ. അറസ്റ്റ് ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കാം, എത്രയും പെട്ടെന്ന് പോലീസിനെ ഏൽപ്പിക്കാം. പോലീസ് അതിനെ വീണ്ടും അത് അറസ്റ്റായിട്ട് രേഖപ്പെടുത്തി ഫർദർ പ്രൊസീജിയറിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ അതാണ് സ്വകാര്യ വ്യക്തി. അത് ഡൗട്ട് വരരുത്. ഇവിടെ എന്താണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ദേഹപരിശോധന നടത്തേണ്ടത്. അതിന് മേലുദ്യോഗസ്ഥൻ വരേണ്ട കാര്യമില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അവിടെ യാതൊരു റോളില്ല. അവിടെ ചെയ്യേണ്ടത് ആരാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ കുറ്റസമ്മതത്തിൽ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി തള്ളിക്കളയും. പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആ മൊഴി തെളിവായി സ്വീകരിക്കും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നോക്കിയേ. പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി സ്വീകരിക്കുമോ? ഇല്ല, സ്വീകരിക്കില്ല, ഒരിക്കലും സ്വീകരിക്കില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നോക്കുക. എന്ത് കണ്ടെത്തിയാൽ? ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി തള്ളിക്കളയില്ല. പൂർണ്ണമായും തള്ളിക്കളയത്തുമില്ല, പൂർണ്ണമായിട്ട് സ്വീകരിക്കത്തുമില്ല. ഓപ്ഷൻ ഡി നോക്കുക. പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആ മൊഴി തെളിവ്. അങ്ങനെയൊന്നുമില്ല. ഒരു പ്രതിയെ കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അത് തെളിവായി സ്വീകരിക്കാവുന്നില്ല. നമുക്ക് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാം. വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി എത്ര എന്ന് ചോദിച്ചാൽ 24 മണിക്കൂറാണ്. ഓപ്ഷൻ ഡി. വാറണ്ട് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എത്ര മണിക്കൂർ കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. 24 മണിക്കൂറിനകം ആ പ്രതിയെ ആരുടെ മുന്നിൽ ഹാജരാക്കണം? മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം എന്നുള്ളതാണ് നിയമം. കളവ് ചെയ്യണമെന്ന ഉദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണമുണ്ടാക്കുന്ന കുറ്റം ഏതാണ് എന്നാണ് ചോദ്യം. ഒരു കളവ് ചെയ്യുന്നു. ആ കളവ് ചെയ്യുന്നത് സ്വയം ഇഷ്ടപ്രകാരം അയാൾ എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വമായി മറ്റൊരാൾക്ക് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നൊരു കുറ്റകൃത്യമാണെങ്കിൽ കവർച്ചയാണോ, മോഷണമാണോ, കഠിനമായ ദേഹോപദ്രവമാണോ, ഭയപ്പെടുത്തി അപഹരിക്കലാണോ? ഓപ്ഷൻ എ എന്ന് പറയുന്ന കവർച്ചയാണ്. അതായത് ഒരാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി അയാളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം തട്ടിപ്പറിക്കുകയോ മോഷണം നടത്തുകയോ ചെയ്യുന്നതിനെ കവർച്ചയായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ചോദ്യം. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കാവുന്ന തടവ് ശിക്ഷ എന്താണ് എന്നുള്ളതാണ്. സെക്ഷൻ 270 ആണ്. IPC സെക്ഷൻ 270 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 269, 270 എന്താണെന്നുള്ളത്. 269 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഒരു രോഗം ഒരാളുടെ ശരീരത്തിലുണ്ട്, അത് അയാൾ അറിയാതെ മറ്റൊരാളിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് 269. 270 എന്ന് പറഞ്ഞാൽ അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ സെക്ഷനിൽ വരുന്നതാണിത്.
2 വർഷം വരെ വരാവുന്ന തടവ് ശിക്ഷ, 1 വർഷം വരെ വരാവുന്ന തടവ് ശിക്ഷ, 6 മാസം വരെയുള്ള തടവ് ശിക്ഷ, 3 മാസം വരെയുള്ള തടവ് ശിക്ഷ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6 മാസമാണ് 269 അറിയാതെ പകർത്തുന്നത്. ഒരാളെ ശരീരത്തിൽ അറിയാതെ ഒരു അസുഖം, എൻ്റെ ശരീരത്തിൽ അസുഖം കോവിഡ് വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. കോവിഡ് വരുന്നപ്പോൾ കോവിഡിൻ്റെ ശരീരത്തിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഞാനൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് 269 പ്രകാരം കുറ്റകൃത്യമാണ്, നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു കാര്യം. അത് 6 മാസമാണ് തടവ്. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് 2 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയാണ്. 2 വർഷം വരെ ഉള്ള തടവ് ശിക്ഷയാണ് ഏതിനകത്ത് വരുന്നത്, ഈ പറയുന്ന 270 IPC സെക്ഷൻ 270 എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി, അയാൾക്ക് രോഗം ഉണ്ടെന്ന് അയാൾക്ക് അറിയാം, അറിഞ്ഞു വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്ക് പകരണമെന്ന ഉദ്ദേശത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് 270 പ്രകാരം 2 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയാണ്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് നിലവിൽ വന്നു എന്നാണ് ചോദ്യം. നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1985 സെപ്റ്റംബർ 16 ഒക്ടോബർ 14 മാർച്ച് 17 നവംബർ 14 എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 1985 നവംബർ 14 നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അതായത് NDPS ആക്ട് എന്ന് പറയും, NDPS ആക്ട് നിലവിൽ വന്നത്. സൈബർ ടെററിസം വളരെ എന്താ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് സൈബർ ടെററിസം. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ തീവ്രവാദ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് സൈബർ ടെററിസം. ഒരുപാട് കുറ്റകൃത്യങ്ങൾ IT ആക്ടിൽ വരുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയൊരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ഈ സൈബർ ടെററിസമാണ്. സൈബർ ടെററിസത്തിൽ കൊടുക്കാവുന്ന ശിക്ഷ എന്താണ്, 66F ആണ്, സെക്ഷൻ 66F ആണ് വരുന്നത്. സൈബർ ടെററിസത്തിന് കൊടുക്കാവുന്ന ശിക്ഷ എന്താണ് എന്നാണ്, ജീവപര്യന്തമാണോ, 10 വർഷം വരെ തടവാണോ, വധശിക്ഷയാണോ, 7 വർഷം വരെ തടവാണോ, ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് സൈബർ ടെററിസം. ഒരുപക്ഷെ IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സൈബർ ടെററിസം തന്നെയാണ്. എന്താ പറയുന്നത്, രാജ്യരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് കമ്പ്യൂട്ടറോ അനുബന്ധ വസ്തുക്കളോ ഉപയോഗിക്കുന്നതാണ് സൈബർ ടെററിസത്തിൽ വരുന്നത്. അത് 66F പ്രകാരം ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 60 ദിവസത്തിനോളമുണ്ട്. ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് നല്ല രീതിയിൽ, അതായത് മീൻസ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ എല്ലാ ക്ലാസ്സുകളും കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ കുറച്ച് ദിവസമാണ് നമുക്കുള്ളത്. നമ്മളൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് വരാൻ സാധിക്കും. നെഗറ്റീവ് അല്ലെങ്കിൽ പറ്റില്ല എന്നൊരു വാക്ക് നമുക്കില്ല, പറ്റുമെന്ന വിചാരത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനൊരു പ്ലാൻ തയ്യാറാക്കുക. ഇത്രയും ദിവസത്തിനകത്ത് ഇന്ന രീതിയിൽ ഞാൻ പഠിച്ചെടുക്കുമെന്ന് പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടാണ്. ചാനൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. മാത്രമല്ല കൂടുതൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും, നമ്മളെ മാക്സിമം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോസും എല്ലാ ക്ലാസ്സുകളും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.